സില്ലിയാണ്, ലഘുവാണ് ആരോപണമെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. കാരണം നോൺ ബെയിലബിൾ ഒഫൻസ് അല്ല ഇത്. ആ നോൺ ബെയിലബിൾ ഒഫൻസിന് ആധാരമായിട്ടുള്ള ഒരു കാര്യം ഇവർ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള പലർക്കും ജാമ്യം കിട്ടുന്നത്. പോലീസ് നോൺ ബെയിലബിൾ ഒഫൻസ് ചുമത്തിയാലും കോടതി ചിലർക്ക് ജാമ്യം കൊടുക്കും. ഇത് താഴത്തെ കോടതി കൊടുത്തില്ല, ഹൈക്കോടതി കൊടുത്തില്ല, സുപ്രീം കോടതി ക്രൂദ്ധമായി ചോദിക്കുകയും ചെയ്തു. കാരണം അത്ര സീരിയസ് ആണ് കേസ്. എല്ലാ കോടതികളും അത്ര ഗൗരവത്തോടു കൂടിയുള്ള കേസാണ് എന്ന് പറഞ്ഞിട്ട് 90 ദിവസം ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരായി നടപടി പോലും പാർട്ടി എടുത്തില്ല എന്ന് വേറെ ഒന്നും കൊണ്ടല്ല, പേടിച്ചിട്ടാ. അവർ പുറത്ത് വേറെ വല്ല വിവരവും പറഞ്ഞാൽ ബാക്കിയുള്ള നേതാക്കന്മാരോട് ക്യൂവിൽ നിൽക്കുന്നവരോട് ജയിലിൽ പോകും. അത്രേ പ്രശ്നമാണ്. അതൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. കോടതി അത് നിരീക്ഷിച്ച് ഈ ഒന്നുകൂടി ഗൗരവത്തോടു കൂടി ഈ അന്വേഷണം നടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ അതാണ് ഞങ്ങൾ പറയുന്നത്. അവരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം സംസാരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോ, ആദ്യം മുതൽ ശബരിമല കൊള്ള കേസിൽ ഞങ്ങൾ ഉയർത്തിയ ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ടോ? കളവാണ്, ചെമ്പ് വ്യാജ ചെമ്പാണ്, വ്യാജ ദ്വാരപാലക ശില്പമാണ്, അത് കോടീശ്വരന് വിറ്റിട്ടുണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ശരിവെച്ചു. 2019 ഒരു കവർച്ച നടന്നു. വീണ്ടും 2024 ഫേക്ക് അർജൻസി ഉണ്ടാക്കി, ഒന്നുകൂടി കക്കാൻ നോക്കി. ഞങ്ങളാ പറഞ്ഞത്, പിന്നീട് അത് കോടതി ശരിവെച്ചില്ലേ. ഈ കേസിൽ ആദ്യം മുതൽ അവസാനം വരെ കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ ഒരു വാക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.